എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ആ സ്ഥലം ഇല്ലാതെയാവും. ആ വീടിന്റെ സൗകര്യങ്ങൾ അതിലേക്ക് കയറി പോകാനായിട്ട്, അതായത് തല താഴ്ത്തിയില്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് കൂടുന്നുണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ തല അടിച്ചിട്ടാണ് അവിടെ. അമ്മ ആക്ച്വലി എന്നോട് പറഞ്ഞത് അവിടെ ആയിരുന്നു കൂടുതൽ സമാധാനം എന്നാണ്. അപ്പം ഇത് ചെക്ക് ചെയ്യാനൊക്കെ പുള്ളി വരും. മോദിജി വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് നരേന്ദ്രമോദി എന്നൊരു പേര് കേൾക്കുന്നത്. ഇന്നത്തെ കാലത്ത് തെറ്റായ വാർത്ത ഇങ്ങനെ എളുപ്പത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ മീഡിയ വൺ പോലത്തെ ചാനലുണ്ട്. ഇവർ ഒരു ചേച്ചിയുണ്ട്, 3 ചേട്ടന്മാരുണ്ട്. ഇവർ 2 പേര് ഇരുന്നിട്ട് ഉണ്ടാക്കി വിടുന്ന കഥകൾ. നമ്മൾ എന്തെങ്കിലും ഒരു ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അയാൾ സംഗീ. എൻ്റെ പൊളിറ്റിക്സ് രാജ്യസ്നേഹമാണ്. നമസ്കാരം, ഷൂട്ട് അറ്റ് സൈറ്റിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദൻ്റെ വേരുകൾ തേടി ഞാനൊരു യാത്ര ചെയ്തത് മറുനാടൻ പ്രേക്ഷകർക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ തുടർച്ചയായി ചെറിയ വിഷയങ്ങളിൽ പോലും വിമർശിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയായിരുന്നു എൻ്റെ അഹമ്മദാബാദിലേക്കുള്ള സഞ്ചാരം. അവിടെ പോയി കണ്ടത് ഉണ്ണിയുടെ ബാല്യജീവിതത്തിൻ്റെ നേർചിത്രങ്ങളായിരുന്നു. അന്ന് ഈ കാഴ്ചകളെക്കുറിച്ചൊക്കെ ഉണ്ണിയെ നേരിട്ട് കണ്ട് ചോദിക്കും എന്നായിരുന്നു ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. പക്ഷെ ഉണ്ണിയുടെ തിരക്കുകൾ കാരണം നേരിട്ട് കാണൽ നീണ്ടുപോയി. ഒടുവിൽ ഉണ്ണി മുകുന്ദൻ മറുനാടിൻ്റെ ഓഫീസിൽ എന്നെ തേടിയെത്തി. ഇന്നത്തെ നമ്മുടെ അതിഥി ഉണ്ണി മുകുന്ദൻ. നമസ്കാരം. അതെ ചേട്ടാ, താങ്ക് യു. എന്തിനാണെന്ന് ഞാൻ വെച്ചാൽ ഇപ്പോൾ ഏകദേശം 12 വർഷമായി സിനിമയിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരുന്നു. എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ എന്നാ പറഞ്ഞു? അമ്മ ഞങ്ങളെ വീടുണ്ടല്ലോ, അതെ, ആ വീടെന്ന് വെച്ചാൽ അത് ഞാനിപ്പോഴും ചേട്ടനെ മീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ആ സ്ഥലം ഇല്ലാതെയാവും. ഞാൻ അവിടെ ചെന്നപ്പോഴും എന്നോട് ചിലർ പറഞ്ഞു ഒരു ഗുജറാത്ത് ഗവൺമെൻറ് അത് ആക്ച്വലി ഡെമോളിഷ് ചെയ്തിട്ട് ഒരു പുതിയ ടൗൺഷിപ്പ് കൊണ്ടുവരാൻ പോവാണ്. നല്ല ഈ കുറച്ചും കൂടി വലിയ ഒരു രീതിയിൽ. ഈ ഒറ്റ വീഡിയോ കാരണം എനിക്ക് എപ്പോഴും എൻ്റെ പഴയ ഓർമ്മകളിലേക്ക് പോകാനും അവിടുത്തെ ആൾക്കാരെ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ എനിക്ക് എന്താ പറയുക, എനിക്കത് വാക്കാൽ പറഞ്ഞെടുക്കാൻ പറ്റില്ല. പക്ഷേ ചേട്ടൻ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്, ഞാൻ എന്തുകൊണ്ട് ഈ ഇഷ്യൂലേക്ക് പെടുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷേ ഞാനതല്ലായിരുന്നു നോക്കുന്നത്. എനിക്ക് എൻ്റെ പേടി അത് തന്നെയായിരുന്നു. ദാറ്റ് ഈസ് ഇത് എങ്ങാണ്ടും ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതായിരുന്നു എനിക്കുണ്ട്. ബിക്കോസ് എനിക്ക് സത്യത്തിൽ എൻ്റെ ഒരു 24 വർഷം ഞാൻ ആ വീട്ടിലായിരുന്നു. അതെ, അല്ല എനിക്ക് പോലും ഫീൽ ചെയ്തു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാനൊരു ആ വീഡിയോയിൽ കണ്ട് ചേട്ടൻ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞ ആ വീട്ടിലെ 2 വീടുകൾ തമ്മിലുള്ള അകലം പോലും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എൻ്റെ അമ്മ കിച്ചൺ കണ്ട അമ്മയുടെ. അതാ ഞാൻ പറഞ്ഞ ആ കിച്ചണ്, ആ ടോയ്ലറ്റ്, ഉള്ളിയിരുന്ന ആ സ്ഥലങ്ങള്, ആ വീടിന്റെ സൗകര്യങ്ങൾ അതിലേക്ക് കയറി പോകാനായിട്ട്, അതായത് തല താഴ്ത്തിയില്ലെങ്കിൽ എനിക്ക് ഹൈറ്റ് കൂടുന്നുണ്ടെന്ന് അറിഞ്ഞത് എൻ്റെ തല അടിച്ചിട്ടാണ് അവിടെ. അത് അങ്ങനെ അഗെയിൻ എനിക്ക് എന്നെ മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളെയും എല്ലാവരും ചടങ്ങ്. ആ വീടിനെ കുറിച്ചാണ്, ആ വീടിന്റെ ഓർമ്മ എപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ വീട്ടിൽ പോയത്. അതിന് മുന്നേ ഞാൻ ഹാട്ട്കേശ്വർ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലമുണ്ട്, കുറച്ചും കൂടി ബാക്കിലോട്ട്. അത് വാടകയ്ക്ക് ഒരു വീടായിരുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐ തിങ്ക് 98 സംതിങ് ഞാൻ അവിടെ എത്തി. 97, 98. അച്ഛൻ ആദ്യമായിട്ട് അവിടെ മേടിച്ച വീടാണ്. ആ മുറി ഫസ്റ്റ് കയറുന്ന ഒരു മുറിയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അച്ഛൻ പണിതെടുത്തതാ. ഓ ശരി. അതെ, അത്രേ ഉള്ളൂ. കിച്ചനും ഇതും 1 BHK എന്നല്ല, 1 room കിച്ചൺ. അങ്ങനെ പിന്നെ ഞാൻ ലോഹിത് സാറിന്റെ കത്ത് എഴുതിയതും അതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവിടെ ഒരു സോഫ ഉണ്ട്. അവിടെ സോഫ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അച്ഛൻ എനിക്ക് ഒരു റീഡിങ് സ്റ്റഡി ടേബിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം, ഇങ്ങനെ കയറുന്നു, എൻ്റെ അവിടെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നു, ഒരു ലെറ്റർ എഴുതിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കിച്ചൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമില്ലേ, ആ റൂമിൽ ആ റീഡിങ് ടേബിളിൽ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കത്ത് എഴുതി. അപ്പോൾ ഇതിപ്പോൾ അന്നൊക്കെ ഇമെയിൽ തുടങ്ങി. സോ ഞാൻ ഈ
ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇമെയിലൊക്കെ തുടങ്ങി ഞാൻ പറയും ഇതൊക്കെ ആരെങ്കിലും വായിക്കുമെന്ന് പറയുമ്പോൾ ഇല്ല അത് വായിക്കേ, ഞാൻ രജിസ്റ്റർഡ് കത്ത് അയക്കാൻ പോകുന്നത്. അവിടെ ഇരുന്ന് എഴുതിയ കത്ത ലോയി സാറിന്. പിന്നീട് ഒരു പരിചയവും ഇല്ല, ആരോടും ഒരു പരിചയമില്ല. ഇത് അച്ഛൻ്റെ ഗംഗാധരൻ അങ്കിൾ എന്ന് പറഞ്ഞൊരു ഞാൻ കണ്ടു. ഞാൻ മറ്റേ അത് ഗോപാലൻ, ഇത് തൃശ്ശൂരിലുള്ള അച്ഛൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അതും ഭയങ്കര രസം എന്ന് വെച്ചാൽ ടി ജി രവി സാർ ഉണ്ടല്ലോ നടൻ, പുള്ളിയുടെ സുഹൃത്താണ് ഗംഗാധരൻ അങ്കിൾ. അപ്പോൾ ഗംഗാധരൻ അങ്കിളുടെ കയ്യിൽ നിന്ന് ടി ജി രവി സാറാണ് പിന്നീട് ലോഹിദാസ് സാറിൻ്റെ അഡ്രസ്സ് പുള്ളിക്ക് കൊടുക്കുന്നതും. ഞാൻ മാളികപ്പുറം കംപ്ലീറ്റ് ആയി ഹിറ്റ് അടിച്ചപ്പോൾ ഞാൻ ടി ജി രവി സാറിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ അഡ്രസ്സ് കൊടുത്തുകൊണ്ടാണ് ഞാൻ സിനിമയിൽ എത്തിയത്. പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാൻ ചോദിച്ചു, ഗംഗാധരൻ ചോദിച്ചു, അദ്ദേഹം കൊടുത്തു. അപ്പോൾ ഞാൻ ഇതെൻ്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് ഞാൻ ടി ജി രവി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ പറയുന്നത്, അച്ഛനിങ്ങനെ പറയുന്നതും ആ വീടും പിന്നെ എൻ്റെ ഒരുപാട് ഓർമ്മകൾ, എൻ്റെ പഠിപ്പം, ഫ്രണ്ട്സ്, അതിൻ്റെ താഴെ ആ മൈതാനം പിന്നെയും ചെറുതായിരുന്നു. അവിടെ ഫാമിലീസൊക്കെ ഉണ്ടില്ലേ, അത് കുറച്ചും കൂടി വലിയ ഗ്രൗണ്ടായിരുന്നു. അതിങ്ങനെ ഇടുങ്ങി ഇങ്ങനെ കൂടുതൽ വീടുകൾ. ഈ സ്ഥലത്താണ് ഞാൻ അന്ന് അറിയാതെ പറഞ്ഞു പോയത്. ഈ എനിക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നരേന്ദ്രമോദിജിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ഈ അവിടെ ഗണേശ മഹോത്സവത്തിന് ഞങ്ങൾ എല്ലാവരും ആ കോളനിയുടെ ആൾക്കാർ എല്ലാവരും ചേർന്ന് ഈ ഗണപതിയുടെ ഇത് വയ്ക്കും. വി ഹാവ് ടു മണ്ഡലം കെട്ടിയിട്ട് അതിൽ പുള്ളീൻ്റെ വിസർജനത്തിന് മുന്നേ കൊണ്ടുവരും. സോ ഈ ഓരോ ഏരിയ വൈസ് പ്രൈസ് ഉണ്ട് അതിന്, ആരാണ് ഏറ്റവും നല്ല ഗണപതിനെ വയ്ക്കാന്ന്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനൊക്കെ പുള്ളി വരും, മോദിജി. അദ്ദേഹം അന്ന് സി എം ആവുമ്പോൾ വരും. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടം പറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പുള്ളി പട്ടം പറയുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടോ, പക്ഷെ നമുക്കന്ന് ഇത് അത്ര ഇതിൻ്റെ ഇൻറ്റൻസിറ്റിയോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കാം. ഞാൻ എന്തിനാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, ഇപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഇവിടെ കഴിഞ്ഞ 10-12 വർഷത്തിൽ വന്ന ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും ഈ 2013 കഴിഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. അപ്പോൾ ഞാൻ ആരാണെന്നും ഉണ്ണി എവിടെ പഠിച്ചതെന്നൊക്കെ ഐ തിങ്ക് ഇവിടുത്തെ ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു വലുത് ചെറുത് ഗുജറാത്തിലുണ്ടെന്നറിയാം. അപ്പോൾ അത്രയും ഒരു പോയി കണ്ടുപിടിക്കാനുള്ള ഞാൻ ആരും അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റൊരു ആവശ്യത്തിന് എനിക്ക് പൂനെയില് എൻ്റെ ജ്യേഷ്ഠനുണ്ട്, മഹാബലീശ്വരടുത്ത്. അപ്പൊ അവിടെ എനിക്ക് പോവേണ്ടി വന്നു. അപ്പോഴേ എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ട് ഈ ഉണ്ണിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തപ്പണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുകൊണ്ടല്ല ആർക്കും അറിയത്തില്ല എന്നുള്ള ഒരു കൗതുകം. അപ്പൊ ആ ഒരു അർത്ഥം കൊണ്ട് ഞാൻ പോയതാണ്. ജസ്റ്റ് ഞങ്ങളുടെ നെയ്ബർ ആ വീട് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഗ്രില്ല് തുറക്കുന്ന തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, അമ്മയുടെ അടുത്ത് ബംഗാളി ഗുജറാത്തി കുസുംബൻ, അവരുടെ മോനെ പഠിപ്പിച്ച അമ്മയാ. പറഞ്ഞു അവൻ ഇപ്പൊ ദുബായിലാണ്. പിന്നെ അതുപോലെ അവിടെ പഠിക്കാൻ വരുന്ന ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ വീടും ആ സ്ഥലമൊക്കെ വളരെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയില്ല. അല്ല അവിടുത്തെ ആ വീടിന്റെ ആ ഒരു പരിമിതികൾ എങ്ങനെ മറികടക്കാൻ കഴിഞ്ഞു? ഇല്ല, അതെനിക്ക് പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് വലിയ വീടും ഇതൊക്കെ ആയപ്പോൾ എനിക്ക് അമ്മ ആക്ച്വലി എന്നോട് പറഞ്ഞത് അവിടെ ആയിരുന്നു കൂടുതൽ സമാധാനം എന്നാണ്. എനിക്കത് കേട്ടപ്പോൾ സങ്കടമായി. പക്ഷേ ടു സം എക്സ്റ്റെൻറ്റ് എനിക്ക് തോന്നുന്നത് യെസ്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതും എനിക്ക് ഭയങ്കര ഇത് തോന്നി. ദാറ്റ് ഈസ് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചല്ലോ, പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത്. ബട്ട് ഇൻ അതർ വേസ് ഇപ്പോൾ നമ്മുടെ ഉയർച്ചയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ സുഖവിവാദങ്ങൾ ഇതൊന്നും അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ആളല്ല ഞാൻ. അല്ല ഇപ്പൊ പട്ടാമ്പിയിലേക്കല്ലേ ഇപ്പൊ പട്ടാമ്പി ഒറ്റപ്പാലത്ത്. അപ്പൊ അതിനുശേഷം അവരിപ്പോ സിനിമയൊക്കെ കാര്യത്തിന് ശേഷമാണ് അവർ തിരിച്ചു പോകുന്നത്? അതോ? അതെ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7ാമത്തെ വർഷം എൻ്റെ കൂടെ അവര് ഫാമിലി. അതെ, ഞാൻ ഇപ്പോൾ എനിക്കൊരു 12 വർഷമായി സിനിമയിൽ. ഞാൻ ആദ്യത്തെ 5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റപ്പാലമാണ് നിങ്ങളുടെ ഒറിജിനൽ വീട്, അതുകൊണ്ടാണ് അങ്ങോട്ട് തൃശ്ശൂർ ഒറ്റപ്പാലത്തേക്ക് വരാൻ? അമ്മ പണ്ട് ഒറ്റപ്പാലത്ത് താമസിച്ചിരുന്നു. ഒറ്റപ്പാലായിരുന്നു ഇഷ്ടം? അല്ല, പിന്നെ ഞാനിങ്ങനെ വീട് തപ്പി ഏതെങ്കിലും വീട് വെക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ അച്ഛന് അവിടെ കുറച്ച് സ്ഥലം കിട്ടി, അവിടെ വീട് വെച്ചു. പിന്നെ അങ്ങനെ സെറ്റിലായി. പിന്നെ ഒരു ഒതുങ്ങിയ സ്ഥലമാണ്. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ലോയിസ പണ്ട് ഞാൻ സിനിമയിൽ കയറാൻ വേണ്ടി ആദ്യം വണ്ടി ഇറങ്ങിയത് ഒറ്റപ്പാലത്തെ പഴയ ലക്കടി സ്റ്റാൻഡിലാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വീട് വയ്ക്കാൻ പറ്റിയ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മിക്കവാറും കിട്ടും ഫ്രീ ഉള്ളപ്പോഴും ഒറ്റപ്പാലത്തേക്ക് ഞാൻ അവിടെ ആയിരിക്കും. അമ്മ ഈ കഥ കണ്ടിട്ട് അമ്മ സങ്കടപ്പെട്ടല്ലേ? ശരിക്കും സന്തോഷം കൊണ്ടാണ്. അതെ, ഒരുപാട് നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഇതിങ്ങനെ ആയാലോ, അതങ്ങനെ ആയാലോ, വീട് ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞു തന്നതിന് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ.
ഇനിയിപ്പം മോദിജി വന്ന കഥ പറഞ്ഞല്ലോ അന്ന്. ആ ഇത് ഈ ഒരു മോദിജിയോടുള്ള ഒരു പരിചയം അടുത്തോ അല്ലാതെയോ ഉള്ള ഒരു പരിചയം ഈ എത്ര കാലത്തെ ഞാൻ പറഞ്ഞു പലപ്പോഴും ഈ മോദിജിക്ക് ഇത് ബർത്ത്ഡേ വിഷസ് കൊടുത്തപ്പോഴേ ഇവിടെ ഒരു വിവാദം അത് ഉണ്ടായി. ഞാൻ ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രിക്കാണ്. ഞാനിപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ ലീഡർ അങ്ങനെ ഒന്നല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വളർന്ന സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നിയ ആളാണ്. CM ആയി നിൽക്കുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ അവസ്ഥ മാറിയതും അതൊക്കെ ടു മെനി പോസിറ്റീവ്. ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് നരേന്ദ്രമോദി എന്നൊരു പേര് കേൾക്കുന്നതും ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ആ ലൊക്കാലിറ്റി ഉണ്ടല്ലോ അവിടെ ഈ ഇപ്പോഴാണ് കുറച്ചും കൂടി റോഡ് വന്നത്, ടാർ ഇട്ടേക്കണേ. പണ്ട് അവിടെ മണ്ണായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ ഫുൾ ചളിയാവും. അപ്പോൾ ആ ചെറിയ വഴിയിൽ എനിക്ക് തോന്നുന്നു വണ്ടി പോലും കയറി കാണില്ല. വളരെ കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അത് ആ സ്ഥലങ്ങൾ മൊത്തം പൊളിച്ചിട്ട് പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വണ്ടി വെള്ളത്തിൻ്റെ പ്രശ്നമുള്ള സമയത്ത് ഈ ടാങ്കർ ഉണ്ടാവില്ല വെള്ളമായിട്ട് വരുന്നത്, അതിന് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഈ ബക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് പോകണം. അതെ. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ ചേർന്ന് ഒരു കത്ത് CMൻ്റെ ഓഫീസിൽ കത്ത് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ ഓഫീസിൽ നിന്ന് ആൾക്കാർ വരികയും ഓഫീസേഴ്സ് വന്ന് അവിടെ റോഡ് ഇടുകയും സ്റ്റോൺ ബെഞ്ച് ഇടുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഈ പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഈ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും പിന്നെ BJP പ്രചാരണം തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ട കാര്യങ്ങളാണ്, എൻ്റെ ലൈഫിലുണ്ടായ ഒരു പോസിറ്റീവ് ഇമ്പാക്ട്സാണ്. അതിനുശേഷം പുള്ളി പ്രധാനമന്ത്രി ആയപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുമല്ലോ. എന്നാ കാണുന്ന കഴിഞ്ഞാൽ ആദ്യത്തെ ഗണേശോത്സവം കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആദ്യം? പിന്നെ ആദ്യമായിട്ട് ഞാനിപ്പോൾ പുള്ളി PM ആയിട്ട് കേരളത്തിൽ വന്നില്ലേ, അതാണ് ആദ്യമായിട്ട് കാണുന്നത്. എന്നെ സ്റ്റേജിൽ വെച്ച് ഗുജറാത്തിയിൽ സംസാരിച്ചപ്പോഴാണ് എനിക്ക് അത് പുള്ളിയുടെ ടീമിൻ്റെ ഒരു ഇതായിരിക്കും. ദാറ്റ് ഈസ് ഞാൻ മണിനഗറിലുള്ള പയ്യനായിരുന്നെന്നും എൻ്റെ സ്കൂള് ഞാൻ പഠിച്ച ടീച്ചേഴ്സ് എല്ലാ ഡീറ്റെയിൽസ് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം. അതെ, ഡെഫിനറ്റ്ലി പുള്ളിയുടെ ടീം ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമായിരുന്നു. ഞാൻ പഠിച്ചത് ബെസ്റ്റ് എന്ന് പറഞ്ഞ വേറെ സ്കൂളുണ്ടായിരുന്നു. ചേട്ടൻ പ്രഗതിയിൽ പോയില്ല? ഞാൻ പ്രഗതിയിൽ പോയി. പ്രഗതി ഞാൻ ഹയർ സെക്കൻഡറി പഠിച്ചത് ബെസ്റ്റിലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ പ്രകൃതിയുടെ ഇൻഫർമേഷൻ. അപ്പോൾ ഈ ബെസ്റ്റിൽ എന്ന് വെച്ചാൽ ബെസ്റ്റിലെ പ്രിൻസിപ്പലും ട്രസ്റ്റി ഇസ്രായേലിയാണ്, ജൂയിഷ്. അപ്പോൾ PM ഇസ്രായേലിൽ പോയപ്പോൾ ഒരു സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ പഠിച്ച സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിനെ കുറിച്ച് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൽ മരിച്ചു. ഇപ്പോൾ പക്ഷേ പുള്ളി പറഞ്ഞു അവരുടെ ഫാമിലി ഇപ്പോൾ ഇസ്രായേലിൽ റീലൊക്കേറ്റ് ചെയ്യുന്നത്, എനിക്കത് അറിയുമെന്ന്. ആക്ച്വലി ഇറ്റ് വാസ് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഒരു അത് കഴിഞ്ഞ് പിന്നീട് PM-നെ കാണേണ്ടി വന്നില്ല, പിന്നെ കണ്ടില്ല. പിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല ഒഫീഷ്യലി. അപ്പോൾ എന്തായാലും അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നെ അത് പക്ഷേ ആർക്കും പിടികിട്ടാത്തതുകൊണ്ടാണ് PM-ന് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ഇടുമ്പോൾ ആളുകൾ ഇവിടെ അത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ശരി, ഓക്കെ, പൊളിറ്റിക്കലി നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടാവും. പക്ഷേ രാജ്യത്തിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ടോപ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എല്ലാം ചീത്തയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. താല്പര്യക്കുറവുണ്ടാവും ഡെഫിനറ്റ്ലി ഇവിടെ. അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ ഒരു ബർത്ത്ഡേ വിഷ് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. മേ ബി അത് അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് ഒരു യോജിപ്പില്ല. അത് ബുള്ളിങ് എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരാളെ കോർണർ ചെയ്തിട്ട് പിന്നെ ഇത് എൻ്റെ സിനിമയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഞാനിതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ആളൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ബേസ് ചെയ്തൊരു കാര്യം പറയുന്നുണ്ടായിട്ടില്ല. പിന്നെ ആകെ എനിക്ക് ആദ്യം ഞാൻ ഈ ഒരു ബർത്ത്ഡേ വിഷിനെ കുറിച്ച് സംസാരിച്ചു. ഈ അടുത്തായിട്ട് കൂടിയത് നേരിട്ട് കണ്ടതിന് ശേഷം പിന്നെ എന്താ പറയുക, ഓക്കെ, ഉണ്ണീനെ എനിക്ക് അത്തരത്തിൽ കൊണ്ടുപോകാനാണ് താല്പര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് അടുത്ത അറ്റാക്ക് എന്ന് വെച്ചാൽ ഒരു അഗെയിൻ ഞാൻ പറഞ്ഞു തരും. ഞാൻ ഈ ഗുജറാത്തിൽ ഉള്ള സമയത്ത് ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലം. ഞാൻ അവിടെ എത്തിയിരുന്നു. ഞാൻ ഹനുമാൻ അമ്പലത്തിൽ കണ്ടിരുന്നു. എനിക്ക് ആ അമ്പലമാണോ ഏറ്റവും ഓർമ്മ നിൽക്കുന്നത് അല്ലേ? അതാ, ബിക്കോസ് എൻ്റെ ഒപ്പം ഒരു 25 പേരുണ്ട് ഈ അമ്പലത്തിൽ പോകാൻ. അത് സാറ്റർഡേ പിന്നെ ഞങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഫിറ്റ്നസ് മന്ത്ര ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ആ സെൻസ് അല്ലാതെ വേറൊരു ചിന്ത അതിലില്ല. അപ്പൊ ഇതിന് ഇവിടെ ഹനുമാൻ അത്ര പ്രിയങ്കരനായ ദൈവം അല്ലല്ലോ. ഇവിടെ കേരളത്തില് ഒരു എല്ലാവരും ഇങ്ങനെ പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്കൽ പോസ്റ്റർ ബോയ് ആക്കി മാറ്റി.
പിന്നെ ഇവിടെ ഭയങ്കര എനിക്ക് തോന്നുന്നത് വെച്ചാൽ എപ്പോഴും ഈ റിലീജിയസ് ആയ കാര്യങ്ങൾ പൊളിറ്റിക്കലാക്കി മാറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഹിന്ദു ആചാരങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അയാൾ സംഘി, അല്ലെങ്കിൽ നിങ്ങൾ എന്തോ വേറെ ഒരു അജണ്ട പിടിച്ച ആൾ. എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട് ഇത്രയും. ദാറ്റ് ഈസ് ഐ ഫീൽ ദാറ്റ് ഈ റിലീജിയസ് സ്ഥലങ്ങളിൽ ഈ സെക്യുലർ വർത്തമാനം ചെയ്യാനേ പാടില്ല. ഓക്കെ, ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചിൽ പോയിട്ട് ദൈവങ്ങളെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ല. അത് സെക്യുലർ തോട്ട് ആ റിലീജിയസ് സ്ഥലത്ത് ഓക്കെ അല്ല. ബിക്കോസ് നിങ്ങൾ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ആ ദൈവത്തെയും ആ ആചാരത്തെയും ആ വിശ്വാസത്തെയും മാനിച്ചേ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ശബരിമല ഇഷ്യൂ വന്നു, അപ്പോൾ ഇവിടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ല. ഐ ഫീൽ അത് ആ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആചാരങ്ങൾ ടച്ച് ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൽ സ്ത്രീകൾക്ക് എതിരായിട്ട് ഒന്നുമില്ല അവിടെ. അതൊരു അണ്ടർസ്റ്റാൻഡിങ്. എത്രയോ ഇപ്പോൾ ഈ കോർട്ട് ഓഫ് ദ ലോ റൂൾ വന്നു. പക്ഷേ എനിക്ക് തോന്നുന്നില്ല വിശ്വാസി സമൂഹത്തിലുള്ള ഒരു സ്ത്രീയും അതിനെ ചലഞ്ച് ചെയ്ത് പോകുന്നു. സോ ഐ ഓൾവേസ് ഫെൽറ്റ് ഇറ്റ് വെരി ഇൻസെൻസിറ്റീവ് ആൻഡ് അൺവാണ്ടഡ്. അപ്പോൾ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിന് എതിരായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനല്ല. പിന്നെ ആദ്യമായിട്ട് ഒന്നുമല്ല ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഭക്തി സിനിമകൾ എടുത്ത് മതത്തിനെ കച്ചവടമാക്കി നടക്കുന്നു. ഹിഡൻ അജണ്ട എന്നൊക്കെ പറയുന്നത് ഇത് ആദ്യമായിട്ടൊന്നും. ഞാൻ ആക്ച്വലി ഇവിടുത്തെ സിനിമകൾ ഇപ്പോൾ മലയാള സിനിമകൾ, അതിൽ എസ്പെഷ്യലി നന്ദനം, ഞാൻ ഗന്ധർവൻ, ഇത്തരം സിനിമകളൊക്കെ ഒരുപാട്. പിന്നെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ആദാമിൻ്റെ മകൻ അബു, ആമീൻ, മാലിക്, ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. കാര്യം യു ക്യാൻ ഡിസ്റ്റിങ്റ്റീവായിട്ട് ഒരു സ്പെഷ്യൽ ഒരു റിലീജിയസ് ബാക്ക്ഡ്രോപ്പിൽ പറഞ്ഞു പോയ കഥകളുണ്ട്. നല്ല സിനിമകളാണ്, നല്ല സിനിമകൾ. അപ്പോൾ ഞാനതിൽ ഇൻസ്പയർ ആയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു സിനിമ വന്നപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തെടുക്കണം എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ആക്ച്വലി സ്പീക്കിംഗ് ഈ വിശ്വാസി സമൂഹം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മുക്കിലും മൂലിലും അമ്പലമുണ്ട്, പള്ളികളുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെക്കുറിച്ചോ ഒരു സിനിമ എടുക്കുമ്പോൾ പ്രഷർ എനിക്കായിരുന്നു. എൻ്റെ പേടിയായിരുന്നു ഇത് ഒരു കാരണവശാലും മോശമാകാൻ പാടില്ല എന്ന്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ ഇത് സിനിമയിലേക്ക് പൊളിറ്റിക്സ് ബ്ലെൻഡ് ചെയ്ത് ഒരു തരം നെറേറ്റീവ് ബിൽഡ് ചെയ്ത് എൻ്റെ പാസ്റ്റ് ഗുജറാത്ത് ആയതുകൊണ്ട് ഇനി ഇതൊരു വല്ലാത്തൊരു ഗൂഢാലോചനയായിരിക്കും എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഞാൻ ഭയങ്കര കേട്ട് മടുത്തു ഞാൻ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ സംഘിയല്ല എന്നാണോ പറയാൻ ശ്രമിക്കുന്നത്? സംഘി അല്ല. എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പറയാതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ പൊളിറ്റിക്സ് രാജ്യസ്നേഹമാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടിട്ട് ചേട്ടൻ എപ്പോഴെങ്കിലും ക്യൂവിന് മാറി നിന്നിട്ടുണ്ടോ? ഒരു പട്ടാളക്കാരൻ വരുന്നുണ്ട്, നിങ്ങൾ ടിക്കറ്റ് മേടിക്കാൻ നിൽക്കാൻ. അങ്ങനെ ക്യൂ നിൽക്കുന്നപ്പോൾ കുറവില്ല. ഇല്ല, എപ്പോഴെങ്കിലും ഇല്ല. ഞാൻ പറയും ചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കാൻ, ഏതെങ്കിലും അവരുടെ ലൈഫ് ടൈമിൽ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഞാൻ മാറി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിൽ ഏറ്റവും ഉന്നത സ്ഥാനം പട്ടാളക്കാർക്കാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റാത്തൊരു ജോലിയാണത്. ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ വെടി കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറ്റുന്നതിന് എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും. അപ്പോൾ ഇനി എത്ര ശമ്പളം കിട്ടിയാലും പോകത്തില്ല. ബിക്കോസ് ഒരു വീട്ടിലൊരു മകൻ, ഒരു ഭർത്താവ്, ഒരു അച്ഛൻ, ഒരു ബ്രദർ, ഇവരെല്ലാവരുമാണ് ഇവർ. ഞാനിവിടെ സുഖസുന്ദരമായിട്ട് AC ഇരുന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും എൻ്റെ ഏതോ സഹോദരൻ അവിടെ ദൂരെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി, അത് എന്നെ സംരക്ഷിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന പോലെ ഞാൻ കാണുന്നത്. സോ മൈ ലെവൽ ഓഫ് പൊളിറ്റിക്സ് ഇസ് ദാറ്റ്. അപ്പോൾ അത് ആക്ച്വലി ചിലപ്പോൾ ഒരു BJP സ്വഭാവം അല്ലെങ്കിൽ RSS സ്വഭാവമായിട്ട് ആൾക്കാർ കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട്. ഇനി ആണെങ്കിലും എനിക്ക് അതിൽ ഞാൻ ഓക്കെ, അങ്ങനെ ഒരു ചായ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം അത്. പക്ഷേ എൻ്റെ കരിയറിലേക്കോ കരിയറിലേക്ക് മിക്സ് ചെയ്ത് നെറേറ്റീവ് ബിൽഡ് ചെയ്ത് ഒരു അജണ്ട ആയിട്ട് വെക്കുന്നത് കുറച്ച് ഒരു കൂട്ടം ആൾക്കാരാണ്. എസ്പെഷ്യലി ഞാൻ പറയട്ടെ, ഇപ്പോൾ വെരി റീസെൻ്റ്ലി ഞാൻ പറഞ്ഞുതരാം. ജയശ്രീറാം വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സിനിമ കാണണ്ട എന്ന് ഒരു ഭയങ്കരമായ മെയിൻ സ്ട്രീം മീഡിയയിലും എല്ലാത്തിലും ഇങ്ങനെ കട്ടൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് അയച്ചു തന്നു, എഡിറ്റഡ് ഫോട്ടോസും ഒക്കെ ആയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എവിടെയും, ഒരു സ്ഥലത്ത് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. ബിക്കോസ് ഞാൻ ഒരു വിശ്വാസി സമൂഹത്തിൽ പെടുന്ന ഒരാളായതുകൊണ്ട്
ഞാൻ സ്ട്രോങ്ലി വിശ്വാസിയാണെന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നത്, ഞാൻ ഇനി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളർന്ന സാഹചര്യം ചേട്ടൻ കുറേയൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛന് കേരളം വിട്ട് ഗുജറാത്ത് പോകേണ്ടി വന്ന അവസ്ഥ തന്നെ ഭയങ്കര മോശമായിരുന്നു. എന്നുവെച്ചാൽ അച്ഛൻ നല്ല രീതിയിൽ, ഐ തിങ്ക് എൻ്റെ അച്ഛന് ഭയങ്കര എന്തോ ഒരു ലക്ക് ഫാക്ടർ എവിടെയോ മിസ്സിംഗ് ആണ്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഈസ് വെരി ഗുഡ്. വ്യക്തിപരമായിട്ട് ഒരു ഭയങ്കര ക്യാരക്ടറുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ 50% ക്വാളിറ്റി എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും അച്ഛന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരാളാണ്, എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും. അങ്ങനത്തെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ ഐ ഓൾവേസ് വാണ്ടഡ് ദാറ്റ് എങ്ങനെയെങ്കിലും അച്ഛനെ അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് എല്ലാ സാധാരണ വീട്ടിൽ വരുന്ന കുട്ടികൾക്ക്. എന്താണ് ഇവിടെ ഗുജറാത്തിൽ നിന്ന് പോകേണ്ടി? അച്ഛൻ്റെ ബിസിനസ് അന്ന് ഡൗൺ ആയി പോയി. അതും അച്ഛനെടുത്ത ചില എത്തിക്കൽ തീരുമാനങ്ങളാണ്. ഈ മേപ്പടിയാനിലെ ജയകൃഷ്ണൻ്റെ അച്ഛനാണ് എനിക്ക് ഭയങ്കര റെഫറൻസ് പോയിന്റ്. ബിക്കോസ് നോ പറയാൻ പറ്റാത്ത ഒരാളാണ്. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട്, അച്ഛൻ്റെ ആദ്യത്തെ ജോലി ഒരു അച്ഛൻ ഗുജറാത്തിൽ എത്തിയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു ഒരു 10-25 വർഷം. ഒരു 8,000 rupees ആയിരുന്നു അച്ഛൻ്റെ അവസാനത്തെ സാലറി. ഐ തിങ്ക് 8,900. ഇടയ്ക്ക് അച്ഛൻ യമനിലൊക്കെ ജോലിക്ക് പോയി. ഞാൻ ചോദിച്ചു അച്ഛൻ്റെ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അച്ഛൻ വേറെ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അച്ഛന് നേരെ 30,000-40,000 കിട്ടും, എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു, അന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് 250 rupees ശമ്പളം തന്ന ആൾക്കാരായിരുന്നു. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളും നിന്നുള്ള ആ കമ്പനി ഈ പുള്ളി ഇത്രയും വർഷമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു 1000 രൂപ കൂട്ടി കൊടുക്കുക അങ്ങനെയൊന്നും കമ്പനിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കമ്പനിയുടെ പ്രൊഫഷണലായിട്ട് പോയിട്ടുണ്ട്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അച്ഛനെന്താ ഇങ്ങനെയെന്ന്. ദാറ്റ് ഈസ് നോക്കണ്ട, ചിലവുകൾ വരുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ലൈക്ക് വി വർ ഗ്രോയിങ്. പിന്നീട് എനിക്ക് മനസ്സിലായി അതൊരു വല്ലാത്തൊരു മൈൻഡ് സെറ്റാണ്. ഇത് സിനിമ എൻ്റെ അടുത്ത് വിഷ്ണു മോഹൻ ഈ ഒരു കഥ പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചത് ബിക്കോസ് എനിക്ക് എൻ്റെ അച്ഛൻ ആ ക്യാരക്ടറിൽ കണ്ടിട്ടുണ്ട്. നോ എന്ന് പറയാൻ പറ്റാത്ത ഒരാൾ. അച്ഛൻ എൻ്റെ ആ വീട് വന്നില്ലേ, ആ വീട് അച്ഛൻ വേറെ ഒരാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മ അറിയാതെ. കാശ് മേടിക്കാനല്ലോ പുള്ളിക്ക് എന്തോ വിഷു ഉണ്ടായപ്പോൾ ഇത് പണം വെച്ച് അയാൾ അത് എടുത്ത് കേരളത്തിലേക്ക് ഓടിപ്പോയി. അപ്പോൾ പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് കുറച്ച് വയസ്സ് പിന്നെ അതിൻ്റെ നാട്ടിൽ നിന്ന് അച്ഛൻ പഠിച്ചില്ല, അവിടെ ചെന്നിട്ട് പഠിച്ചിട്ടില്ലെന്ന്. അച്ഛൻ ഭയങ്കര ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് ഇങ്ങനെ അച്ഛനോട് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇൻ്റർവ്യൂ അച്ഛനോട് ഇല്ലാത്തതുകൊണ്ട് അച്ഛനെ കുറിച്ച് പറയാം, നമുക്ക് നേരിട്ട് അങ്ങനെ പറ്റില്ല. പറഞ്ഞു വന്നത് എന്താ അറിയോ, ദാറ്റ് ഈസ് ഞാൻ വന്ന രീതിയിൽ ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ സെൻറ്റിമെൻ്റൽ സിമ്പത്തറ്റിക് ലൈനിൽ സംസാരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത എനിക്കിഷ്ടമല്ല. ബിക്കോസ് ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, സ്ട്രഗിൾസ് ഉണ്ടാവും. അത് അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതുകൊണ്ട് നിങ്ങൾ എന്നെ സിമ്പത്തൈസ് ചെയ്യണം എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്നത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചെയ്ത സിനിമകൾ സാധാരണ കേരളത്തിലെ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഞാൻ സിമ്പതി ചോദിച്ചല്ല, എങ്കിൽ അച്ഛനെ കുറിച്ച് അച്ഛൻ്റെ ക്യാരക്ടറിനെ ജനത്തിന് താല്പര്യം ഉണ്ടാവില്ല. അച്ഛൻ അല്ല ഇങ്ങനെ അച്ഛനിവിടെ അവിടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അച്ഛനെടുത്ത തീരുമാനങ്ങൾ, കുറച്ച് കടങ്ങൾ കൊടുത്തിട്ട് കിട്ടിയില്ല, പിന്നെ അച്ഛനിവിടെ വരേണ്ടി വന്നു, അച്ഛൻ ജോലിക്ക് കയറി. എനിവേ അതൊക്കെ നമ്മൾ അങ്ങ് അതിനോട് ചേർന്ന് പോയല്ലേ, എന്തോ പറഞ്ഞപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അച്ഛൻ്റെ കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞത് ഈ ഒരു കൈൻഡ് ഓഫ് നെറേറ്റീവ് ബിൽഡ് ചെയ്യില്ല, അതായത് നമ്മൾ ഉണ്ണി ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അതൊന്നും ശരിയല്ല. എസ്പെഷ്യലി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ സ്വഭാവം, ഈ ലെറ്റ്സ് ഓൺലൈൻ മീഡിയ സ്വഭാവം, എല്ലാവരും അല്ല പക്ഷേ ഒരു ഭൂരിഭാഗം ഓൺലൈൻ മീഡിയയുടെ സ്വഭാവം എന്ന് വെച്ചാൽ റാൻഡം ന്യൂസ് അങ്ങ് ക്യാരി ചെയ്യും. ഞാനിപ്പം മത്സരിക്കാൻ പോകുന്നു പറഞ്ഞ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥികളുടെ പേര് വരുന്നവരെ എൻ്റെ പേര് ഇങ്ങനെ ന്യൂസ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഇത് എവിടുന്ന് ഈ സോഴ്സ്, വാട്ട് ഈസ് ദ സോഴ്സ്? ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ഒരു പാർട്ടിയുടെ ഒരാളെ എങ്കിലും ഇങ്ങനെ ചുമ്മാ ഒരാളുടെ പേര് പറയാം, അതും ഒരു പബ്ലിക് ഫിഗറായി നിൽക്കുന്ന ഒരാളുടെ പേര് ഇങ്ങനെ ഇടുക. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ പേര് വന്നുകൊണ്ടിരിക്കും. ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ വോട്ട് തരും, ചിലർ വരും വേണോ. അപ്പോൾ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇതിൽ മനസ്സിലാക്കിയ അവിടെ നിന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് തെറ്റായ വാർത്ത ഇങ്ങനെ എളുപ്പത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ മീഡിയ വൺ പോലത്തെ ചാനലുണ്ടല്ലോ, ഞാൻ എന്ന് എടുത്തു പറയണമെന്ന് വെച്ചാൽ എനിക്ക് 1 മണിക്കൂർ എന്നെക്കുറിച്ച് ഇങ്ങനെ ഉണ്ണി ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ്. ഈ ചേട്ടൻ നടത്തിയ ഈ റിസർച്ച് ഉണ്ടല്ലോ എന്നെക്കുറിച്ച് ഗുജറാത്ത്, അത്രയും പൈസ മുടക്കിയിട്ട് ഇവർ അവിടെ പോയിട്ട് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയാണ്, ഓക്കെ ഇവരെന്നെക്കുറിച്ച് എല്ലാം തിരിച്ചറിഞ്ഞു, ഇനി എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, രക്ഷയില്ല, ഞാൻ എന്താണെന്ന് ഇവർ കണ്ടെത്തി. എന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു പരിധി പറഞ്ഞ് എനിക്ക് അവരോട് സങ്കടം തോന്നണം. എന്ന് വെച്ചാൽ സങ്കടമല്ല, സഹതാപമുണ്ട്. ബിക്കോസ്
ഏറ്റവും ടോപ്പ് പ്രൊഫൈലിൽ നിൽക്കുന്ന ജേർണലിസ്റ്റാണ്. ജേർണലിസം എന്താണെന്നൊന്നും എനിക്ക് അവരെ പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് ജേർണലിസ്റ്റിനോട് ഒരു മര്യാദ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓക്കെ, വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സത്യസന്ധമായിട്ട് എത്തിക്കേണ്ട ഒരു മാർഗ്ഗം. ഒരു ചേച്ചിയുണ്ട്, 3 ചേട്ടന്മാരുണ്ട്. ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് ഉണ്ടാക്കി വിടുന്ന കഥകൾ സ്പെക്യുലേഷൻസ് ആണ് ബേസിക്കലി. ഔട്ട് ഓഫ് അല്ല, സ്പെക്യുലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആവാം. ഞാൻ പറയും, എന്തിനാണ് ഒരു സാധാരണ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് അറ്റ്ലീസ്റ്റ് അതിൽ എന്തെങ്കിലും രീതിയിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അത് ഞാൻ അതിന് താഴെ വരുന്ന ചില എൻ്റെ സുഹൃത്തുക്കൾ എനിക്കിത് ക്ലിപ്പിംഗ് അയച്ചു തരും. എടാ നിന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടാന്ന് വെച്ചു. അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് വിശ്വസിച്ചിട്ട് എന്താ പറയുക, ഉണ്ണി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അത് ഒരാഴ്ച നിന്ന് ഓടിക്കും. ഈ വാർത്ത ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഈ ന്യൂസൊക്കെ വന്ന് പോയല്ലോ. അപ്പോൾ ഞാൻ പറയും, ഇനിയിപ്പോൾ എന്ത് കിട്ടിയ ആർക്ക്? ഒരാളെ പൊളിറ്റിക്കൽ സ്പേസിൽ, നടനെ പൊളിറ്റിക്കൽ സ്പേസിൽ നിർത്തുമ്പോൾ സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കും ഇവൻ ഇന്ന പാർട്ടിയുടെ ആളാണ്, ഇവൻ്റെ സിനിമ ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജയഗണേഷ് എന്ന സിനിമയാണ് എൻ്റെ റീസെൻ്റായിട്ട് റിലീസാകാൻ പോകുന്ന സിനിമ. മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഒരു വർഷം വേറെ സിനിമയൊന്നും ചെയ്തില്ല. ഞങ്ങൾ റീഡിങ്ങും, ഞങ്ങൾ ടീം ഓഫ് കുറച്ച് ആൾക്കാരുണ്ട്, ഇതെല്ലാവരും വായിച്ച് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു. കഷ്ടകാലത്തിന് ഈ മിത്ത് വിവാദം വന്നു. രഞ്ജിത് ശങ്കറാണ് ഈ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടർ. പുള്ളി 3-4 മാസം മുന്നേ ചേംബറിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത ടൈറ്റിലാണ് ജയഗണേഷ്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു, ഈ മിത്ത് വിവാദം, അതായത് ഗണപതി. അതെ. എനിക്കതിലും എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ സെക്യുലർ ഐഡിയ, അതേപോലെ ഇപ്പോൾ ഈ സയൻസിനെ കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചും പറയുകയാണെങ്കിലും ഈ ഒരു പ്രത്യേക വിവാദത്തെ എക്സാംപ്ലിഫൈ ചെയ്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എസ്പെഷ്യലി ഇപ്പോൾ എന്നെ പോലെ ആൾക്കാരെന്ന് വെച്ചോളൂ, അത് ഇറ്റ് കുഡ് ഹാവ് ബിൻ ഹാൻഡിൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് ഞാൻ വേറെ ആരോടൊന്നല്ല പറയാം, വേറെ മതത്തിൽ പെടുന്ന ആൾക്കാരുണ്ട്. ബിക്കോസ് എനിക്ക് 5 നേരം നിസ്കരിക്കുന്ന ആളോട് ബഹുമാനമുണ്ട്. ബിക്കോസ് ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അത് പാലിക്കുന്നുണ്ട്. മതത്തിൻ്റെ ചട്ടമാണ്. ചട്ടമാണ്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഞാൻ കൾച്ചറിൽ വളർന്ന ആളല്ല. പക്ഷേ ചെയ്യുന്നവരെ ഇപ്പോൾ പള്ളിയിൽ പോവുകയാണെങ്കിൽ വാട്ട് എവർ ബീറ്റ്, ഇപ്പം അത് വിശ്വാസി സമൂഹമാണെങ്കിൽ എനിക്ക് അവരോട് ബഹുമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പോൾ അമ്പലത്തിൽ പോകുന്ന ആചാരങ്ങളൊക്കെ മനസ്സിലാകുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇതൊരു ഭയങ്കര സ്റ്റുപ്പിഡായ രീതിയാണ്. ദാറ്റ് ഈസ് എനിബഡി ക്യാൻ കം ആൻഡ് കമൻറ്റ്. എനിവേസ്, ഇതൊക്കെ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ പടത്തിൻ്റെ റൈറ്റർ ഡയറക്ടർ 5 മാസം മുന്നേ രജിസ്റ്റർ ചെയ്ത ടൈറ്റിൽ പറയാണ്, അയ്യോ ഞാനിത് 5 മാസം. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് സിനിമ, പൊളിറ്റിക്സും പിന്നെ നിങ്ങളുടെ സ്പെക്കുലേഷൻ ഇതെല്ലാം കൂട്ടി വെച്ചത് എൻ്റെ അടുത്തേക്ക് മാത്രമേ വിടാറുള്ളൂ. അത് പ്യുവർലി ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തന്നെ, ബിക്കോസ് എനിക്കെന്താ അറിയോ, നിങ്ങൾ ചേട്ടാ എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എനിക്ക് ഗുജറാത്ത് അല്ലെങ്കിൽ അഹമ്മദാബാദ് ഈ എൻ്റെ ചുറ്റുവട്ടത്തെക്കുറിച്ച് പറയാതെ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിലൊന്നും ഇല്ല പറയാൻ. ബേസിക്കലി 2012-13 മുതൽ എനിക്ക് കേരളത്തിലുള്ള എൻ്റെ ഓർമ്മകളുള്ളൂ. അതും എന്ത് ചോദിച്ചാലും, കേരളത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും എനിക്ക് സിനിമ എന്നല്ലാതെ പ്രത്യേകിച്ച് അധികം പറയാനൊന്നുമില്ല. ബിക്കോസ് ഞാൻ പഠിച്ചത്, വളർന്നതിൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഞാൻ മനോജ് ഭട്ടാചാര്യ എന്ന് മീറ്റ് ചെയ്യുന്നത്. മനോജ് ആണ് എന്നെ ആദ്യമായിട്ട് ജിമ്മിൽ കൊണ്ടുപോകുന്നത്. മനോജിനെ ഞാൻ കണ്ടിരുന്നു പ്രകൃതിയിൽ. അവിടെയാണ് പ്രകൃതിയിൽ വെച്ചുള്ള എപ്പിസോഡിൽ ഉള്ള ആളാണ്. സോ ഇവൻ്റെ ഒപ്പമാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. പുള്ളി നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ, അതെ, വ്യാജ സർട്ടിഫിക്കറ്റ്. ആക്ച്വലി അത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ഞാൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഇത് വ്യാജമാണെന്നൊക്കെ പറഞ്ഞ് ആകെ പണിയായി പോയി എന്ന് പറഞ്ഞു. എന്നെ 4 പേര് വിളിച്ചു, നീ പണ്ടേ കള്ളാണെന്ന്. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ പറഞ്ഞു, അല്ല വ്യാജം എന്നല്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 6 മാസത്തെ, ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 6 months വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. കഴിഞ്ഞ 2 വർഷമായിട്ട് നീ എൻ്റെ കടയിലല്ലേ ഇരുന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അനുസരിച്ച് അവർക്ക് മനസ്സിലായി കാണുന്നു. ഞാൻ ആർക്കും മനസ്സിലായിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഓൾ ഫൺ. ഇതിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ജിമ്മനാണ് മനോജ് അന്ന് ഭയങ്കര മസ്കുലർ ബിൽഡായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് മെലിഞ്ഞൊക്കെ, എനിക്ക് ആസ്തമ ഉള്ളതുകൊണ്ട് ഞാൻ മരുന്ന് കഴിച്ച് പിന്നെ മാറി. ഏകദേശം എൻ്റെ ഒരു കുറച്ച് കാലം ആകുമ്പോഴേക്ക് തന്നെ മാറി. അപ്പോൾ 7th സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ജിമ്മിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവനാണ് എന്നെ ജിമ്മിൽ കൊണ്ടുപോകുന്നതും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ജോലി ആയപ്പോൾ ഒരുമിച്ച് ജോലിക്ക് കയറി. മനോജിൻ്റെ ഒപ്പം ഞാനൊരു 2.5 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു.
അവൻ്റെ പേര് ആ സമയത്ത് മൈക്ക് ബാറ്റസ് ബിയും ഞാൻ ഉമർ നിക്സ് എന്നായിരുന്നു എൻ്റെ പേര്. അന്ന് പറഞ്ഞ മറ്റേ ഈ കോൾ സെന്ററിൽ കോൾ സെന്ററിൽ ആ പേരൊക്കെ എങ്ങനെ വന്നാ? ആ പേര് എന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യണത് ഞങ്ങളെ ക്ലയന്റ് US-ഉം UK-യുടെ ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് ഇന്ത്യൻ പേര് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ ഇവിടുന്നാണ് എല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൊനൗൺസിയേഷനോ അതൊക്കെ നമ്മൾ അന്ന് എൻ്റെ ഭയങ്കര മറ്റേ അമേരിക്കൻ ആക്സെന്റിലൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടും. ഈ ട്രെയിനിങ്ങിൽ കയറിയതും ഇതിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് മിനിമം ഡിഗ്രി വേണം. ഈ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഞാനും മനോജും ചേർന്നിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയില്ല. പിന്നെ എനിക്ക് പഠിക്കണമെന്നുണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ തൃശ്ശൂർ ഒരു പ്രചോദി നികേതൻ എന്ന് പറയുന്ന കോളേജ് പഠിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഡിഗ്രി വേണമെന്ന് മനോജിനെ എഴുതിയെടുത്തു. സിനിമ തുടങ്ങിയതിന് ശേഷം സിനിമ 2016. പക്ഷെ മനോജ് പിന്നെ എന്താ പറയുക ഈ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എനിക്ക് പിന്നെ അന്നേ പിന്നെ എന്താ പറയുക ഈ തൃശ്ശൂർ പഠിക്കാൻ കയറിയിട്ടോ. സെക്കൻഡ് ഇയർ വരെ പഠിച്ചു. തേർഡ് ഇയർ ആകുമ്പോഴേക്കും തിരക്ക് കൂടി. പിന്നെ ഒരു ഡ്രൈവ് മിസ്സായി പോയി. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. നിങ്ങൾ ഗ്രാജുവേറ്റ് അല്ല? ജനത്തിന്റെ ഇതൊക്കെ പറയുമ്പോഴും ഈ കുറ്റങ്ങളൊക്കെ പലരും പറയുമ്പോഴും ജനത്തിന്റെ ധാരണ എന്നറിയോ, നിങ്ങളൊരു MBA കാരനാണ്, നിങ്ങൾ റിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഡിഗ്രി ഇല്ല. അല്ല പക്ഷേ എനിക്ക് എന്റെ നല്ല ഇനിയാണെങ്കിലും എഴുതണം. എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോ ചുമ്മാ രജിസ്റ്റർ ചെയ്താൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് PG ചെയ്യുന്ന ആളാണ് ഈ തിരക്കിനിടയിൽ. കാരണം ചുമ്മാ രജിസ്റ്റർ ചെയ്യുക, ആ സമയമാകുമ്പോൾ ഒരാഴ്ച ഈ സിനിമ ഷൂട്ടിങ്ങിന് പോകുന്ന പോലെ ഒരാഴ്ച ഇതിനോട് മാറ്റി വെക്കുക, പഠിക്കുക, എഴുതുക. നോക്കട്ടെ. എന്തായാലും എൻ്റെ ടീച്ചേഴ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ കാര്യമാണ്. ഇപ്പോഴും എൻ്റെ ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റിലാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 82-85% ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇംഗ്ലീഷ് എങ്ങനെ മെച്ചപ്പെടുത്തി? ഗുജറാത്ത് പോലെ സ്ഥലത്ത് അവിടെ ഗുജറാത്തി ഹിന്ദിയല്ലേ ഉള്ളൂ? ഇല്ലല്ല, അവിടെ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നല്ല ഇംഗ്ലീഷ് ആണല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റും. അങ്ങനെ വ്യാജ പേരിൽ അവിടെ അല്ല പക്ഷേ സർട്ടിഫിക്കറ്റ് ഇല്ലാന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് നന്നായിരിക്കണമല്ലോ, അല്ലെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അല്ല സ്കൂളിംഗ് നല്ല സ്കൂളിംഗ് ആണ്. ഇപ്പൊ പ്രൈമറി ഹൈസ്കൂളിലൊക്കെ നല്ല പ്രകൃതിയിലും ബെസ്റ്റിലും നല്ല മസ്റ്റ് ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് നല്ല ടീച്ചേഴ്സ് ആയിരുന്നു. ഞാൻ പഠിക്കേണ്ടെന്ന് എനിക്കൊരു പോയിന്റിൽ തോന്നി. എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഏറ്റവും അഗെയിൻ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എന്നെ ഒരുപാട് പേര് കളിയാക്കി. നീ മഹേന്ദ്ര സിംഗ് ധോണിയാണെന്നാണോ നിൻ്റെ ഫ്രണ്ട് പറയണമെന്ന് പറഞ്ഞ് ഈ കണ്ടവരെ ഈ പ്രോഗ്രാം ഒരുപാട് പേര് കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയൊക്കെ എന്നെ കുറിച്ച് ഇങ്ങനെ അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഇത്രയും അഭിപ്രായം ഉണ്ടെന്ന് എന്നോട് നേരിട്ട് പറയണ്ടേ. അവിടെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ എന്നും ക്യാപ്റ്റൻ ആവണമെന്ന് വാശിയായിരുന്നു. അല്ല അത് ഞാൻ ആ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച ആളല്ല. ഞാനിതാ ഇപ്പൊ ഈ 6-ാം തീയതി പോകുന്നുണ്ട് ആ ടൂർണമെന്റ്. ഇപ്പൊ ഞാൻ ആക്ച്വലി എന്റെ എല്ലാ ഫ്രണ്ട്സും അവിടെ ഒരു ടൂർണമെന്റ് ഉണ്ട്. അവൻ പറഞ്ഞില്ലേ ഞാൻ പോകും. ഒരു ടൂർണമെന്റിനെ കുറിച്ച് പറഞ്ഞില്ല. ആ ടൂർണമെന്റ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല ഓർമ്മകളും നല്ല നിമിഷങ്ങളും അവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം അവിടുത്തെ ഒരുപാട് പേര് അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടാത്ത ഒരു അവസരം അല്ലെങ്കിൽ ഒരു നല്ലൊരു നിമിഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദേ ഓൾ വാണ്ട് മീ ടു ഡു വെൽ. അപ്പോൾ അവരുടെ കൂടെ എനിക്ക് കുറച്ച് ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ഇവരോടുള്ള സൗഹൃദം ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളിപ്പോഴും അവർക്കൊക്കെ ഭയങ്കര വാമ. ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവർക്കൊക്കെ ഇപ്പോഴും ആ ഒരു എന്ന് പറഞ്ഞാലേ ഈ രൂപേഷിന്റെ ഒരു കഥ പറയാം. എൻ്റെ ഹെൽമെറ്റ് മേടിച്ച ഒരാളുടെ കഥ പറയാം. ഇവന്റെ ബേസിക്കലി ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഇടിവിട്ട് ബൈക്ക് മേടിക്കുന്ന ഇവനാ രൂപേഷാണ്. ഇപ്പൊ ബോംബെയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ കറുത്ത ബൈക്കും ചുവന്ന ഹെൽമെറ്റുമാ. എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഒരു റെഡ് CD100 ഉണ്ടായിരുന്നു ആൻഡ് ബ്ലാക്ക് ഹെൽമെറ്റാണ്. അപ്പോൾ ഇവന് ഒരു ഭംഗിക്കുറവ്, ഈ ബ്ലാക്ക് വണ്ടിക്ക് റെഡ് ഹെൽമെറ്റ് വെക്കാന്ന് പറഞ്ഞാൽ ഇതിന് ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഇവൻ എന്നോട് പറയാം, നീ നിൻ്റെ ഹെൽമെറ്റ് എനിക്ക് താന്ന് പറഞ്ഞിട്ട് ഞാനിത് പോയി കൊടുത്തിട്ട് പിന്നെ അവന് മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്നതും എൻ്റെ ആ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പോയി. പക്ഷെ അവൻ എപ്പോഴും അങ്ങനെ ഇപ്പോൾ കണ്ടില്ല, കൈയൊക്കെ പൊട്ടി കിടക്കണ്ടായിരുന്നു. ഫുൾ ടൈം ഒരു തട്ടൽ മുട്ടലുള്ള ഒരാളാണ് ഇപ്പോഴും. ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ വഴക്ക് രൂപേഷനായിരുന്നു. ബട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ബിക്കോസ് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എനിക്ക് നേരെ പോകുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനുമായിട്ട് വഴക്കുണ്ടായാലും അയാൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അത് ഐ ഫീൽ ദാറ്റ് അങ്ങനെ ആയിരിക്കണം എല്ലാവരും. ഈ രൂപേഷാണ് പറഞ്ഞത് നിങ്ങൾ വഴക്കാളിയാന്നുള്ള കാര്യം. ഈ സിനിമയുടെ മറ്റേ ഒരു യൂട്യൂബർ അയാള് നിങ്ങളെ കുറിച്ച് നിങ്ങളായിട്ട് വഴക്കുണ്ടായപ്പോൾ ഇവർക്കൊക്കെ പേടിയായിരുന്നു, നിങ്ങൾ തല്ലു കൊടുക്കുന്നത് പേടിയായിരുന്നു. അത് എന്താ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത്?
ആക്ച്വലി ഇതിൽ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇപ്പോൾ മാളികപ്പുറം എന്ന സിനിമ ഞാൻ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുമായിട്ട് എടുത്തുനിന്നും ഞാൻ ആ കുട്ടീനെ വെച്ച് കച്ചവടം നടത്തിയെന്നും എൻ്റെ വീട്ടുകാരെന്നെ വളർത്തിയത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഉണ്ണി ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു റിവ്യൂ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഭയങ്കര വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപിക്കുന്ന കാര്യങ്ങളും എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എസ്പെഷ്യലി എൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇവരാരുമല്ല. അത് ഞാൻ വളർന്നത് എങ്ങനെയാണെന്ന് ഇവർക്കറിയില്ല, ഞാൻ ആരാണെന്ന് ഇവർക്കറിയില്ല, ഞാൻ അത് ഇവരറിയേണ്ട കാര്യം പോലും ഇല്ല. ബിക്കോസ് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമയുടെ കഥാപാത്രവും കഥയും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല. ഇതിൻ്റെ മുകളിൽ സ്പെക്കുലേഷൻ, ദാറ്റ് ഈസ് ഒരു പൊളിറ്റിക്കൽ വ്യാഖ്യാനം കൊണ്ടുവരാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആരും ചെയ്യുന്നില്ല. ബിക്കോസ് ബിസിനസ്സിൽ ഇതൊന്നും ഇല്ല. ബിസിനസ് ചെയ്യും. ബിക്കോസ് സിനിമ ഒരു കച്ചവടമാണെന്നും എൻ്റർടൈൻമെൻ്റ് ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്തൊരു ചെറിയ കഥ വന്നപ്പോൾ അത് ഈ പടത്തിലെ പ്രൊഡ്യൂസർ ഞാനല്ല. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറിനോട് പോയി ചോദിക്കണം ഉണ്ണി മേടിച്ച ശമ്പളം എത്രയായിരുന്നു. ദാറ്റ് ഈസ് ഞാനിതിൽ ഒരു കോടികൾ ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ കച്ചവടം നടത്തി അത് ചെയ്തു ഇത് ചെയ്തു. അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ് ഉണ്ണി കറുപ്പും എടുത്ത് താടിയും മുടിയും ഇതുവരെ വെട്ടിയിട്ടില്ല. അതെന്താണ് അങ്ങനെ? ഞാൻ താടി മുടി എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്ന് രണ്ട് ഇപ്പോൾ ഞാൻ ജയ് ഗണേഷിൽ എൻ്റെ ഡയറക്ടർ പറഞ്ഞു ഇങ്ങനെ എൻ്റെ കഥാപാത്രം ഒരു കാലിന് വയ്യാത്ത ഒരാളാണ്, അവനിങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് നടക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല, നമ്മൾ ആ ക്യാരക്ടറിനെ കുറച്ച് അലസമായി നടക്കുന്ന രീതിയിൽ വയ്ക്കാം, അപ്പോൾ താടി മുടിയുള്ളത് നന്നായിരിക്കും. എൻ്റെ അടുത്ത സിനിമ അതായിരുന്നു. ഞാൻ ഗന്ധർവനിൽ ഒരു ഗന്ധർവനായിട്ട് അഭിനയിക്കുന്നുണ്ട്, അതിലും താടി മുടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സിനിമ സംബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ദൂരെ നിന്ന് എവിടെയോ ഒരു വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സ്പെക്കുലേറ്റീവ് തോട്ട്. ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നില്ല. ഇവർ ഒരു സ്പേസിൽ ഇരുന്നിട്ട് സംസാരിക്കുവാണെങ്കിലും കേൾക്കുന്ന ഒരു സമൂഹം വലുതാണ്. ഞാൻ അവരുടെ കയ്യിലുള്ള ടൂൾ എത്രത്തോളം പവർഫുൾ ആണെന്നും ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന് ഇവർ റിയലൈസ് ചെയ്യാതെയാണ് ഇങ്ങനെ ചുമ്മാ ഈ ഒരു തേർഡ് റേറ്റ് ഗോസിപ്പിംഗ് ഉണ്ടാവില്ലേ, അത് ഒരു പബ്ലിക് ഡൊമൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. 5 or 6 തവണയാണ് ഒരു സിനിമയെ കുറിച്ച് അയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു തവണയാണ് മനസ്സിലാക്കുക. 5 തവണ 4-5 തവണ. എൻ്റെ ബ്രേക്ക് ഡൗൺ അത് എൻ്റെ വീക്ക്നെസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ അത് എൻ്റെ ഏറ്റവും സെൻസിറ്റീവായ ഏരിയയിലാണ്. ബിക്കോസ് ഇവർ പറയുമ്പോൾ ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്തിട്ട് ഉണ്ണിയുടെ മാതാപിതാക്കളെ ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ വളർത്തിയവരെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയേ ഉള്ളൂ, ഇയാൾക്ക് എന്നെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ് അയാൾക്ക് അങ്ങനെ തോന്നുന്നത്. ബേസിക്കലി എന്നെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. കാന്താര പോലത്തെ ഒരു സിനിമ മലയാളത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഞാൻ ഭയങ്കരമായിട്ട് റിവ്യൂ ഫോളോ ചെയ്യുന്ന ആളാണ്. ബേസിക്കലി റിവ്യൂയിങ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ സംവേഡ് ഒന്നുമില്ല, ഐ ഫീൽ ദാറ്റ് ഇങ്ങനെയൊക്കെയാണല്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കും, സിനിമയിലുള്ള കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തി ജീവിതത്തിലല്ല ചെയ്യേണ്ടത്. എൻ്റെ സിനിമയിൽ എന്തൊക്കെയാണ്, ഒരു മ്യൂസിക് മോശമാണോ, മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കാം. ഡയലോഗ് മോശമാണോ, ഡയലോഗിന് നെറേറ്റീവ് മോശമാണോ, അല്ലെങ്കിൽ കഥ മോശമാണോ, ഇത് നല്ല സിനിമകൾ ചെയ്തുകൂടെ, പ്രൊഡക്ഷൻ വാല്യൂ നല്ലതാണോ മോശമാണോ, ഇത്രയും കാര്യങ്ങളുണ്ട് സിനിമയിൽ. അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവർക്ക് ആകെ പറയാനുള്ളത് ഹിന്ദു ദൈവങ്ങളെ വിറ്റ് നടക്കുന്നു, മറ്റേ ഇത് ചെയ്യുന്നു, അവൻ ഗുജറാത്തിലാണ്, അവൻ ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ്. ഇത് കേട്ടുകൊണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ബിക്കോസ് ഒരു നെറേറ്റീവ് ബിൽഡായി കഴിഞ്ഞു. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ സത്യത്തിൽ ഇതിനെക്കുറിച്ചൊരു സംസാരിക്കാൻ പോലും ആഗ്രഹിക്കേണ്ടായിരുന്നില്ല. പക്ഷേ ചില സമയത്ത് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയാണ് ശരിയാണ്, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയുടെ മുഖം കണ്ട് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വേറെ കാര്യമുണ്ട്, എനിക്ക് ആക്ച്വലി അതിൻ്റെ ഡെപ്ത് ഓഫ് ഇമോഷൻ കൃത്യമായിട്ട് ആരെങ്കിലും എഴുതി തന്നെ ഞാൻ ചെയ്യും. ചെയ്യാതിരിക്കുക എന്താ ഉള്ളത്? ഞാനൊരു നല്ലൊരു ആത്മാവിനെ കുറിച്ചാണ് നമ്മളൊരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഇവിടെ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി പറയാം അപ്പോൾ പിന്നെ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ ഉണ്ണി മുകുന്ദൻ. ഇപ്പോൾ ഈ വക ടോക്കും കാര്യങ്ങളും പറയുമ്പോൾ എനിക്കുണ്ടായ സംഭവം വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് പറയുന്നത് നീ എന്തിനാണ് ഇതിൽ നേരിട്ട് ഇൻവോൾവ് ആവുന്നത്? അതെ, അതൊരു ചോദ്യം, അത് പ്രസക്തമല്ല. അതായത് ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാനൊരു ആളുടെ ഗുഡ് ബുക്സിൽ വരാൻ വേണ്ടി ഞാൻ എൻ്റെ വ്യക്തിത്വം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ദ റൈറ്റ് തിങ്. അതൊരു തെറ്റായ എക്സാമ്പിളാണ്. എത്ര നല്ല കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതെല്ലാം വിട്ടിട്ട് ഇതൊരു ഭക്തിപടമാണ്, ഇങ്ങനത്തെ അങ്ങനെ ചെയ്തു, അവൻ വിറ്റു എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഞാനിതിൻ്റെ പ്രൊഡ്യൂസറൊന്നുമല്ല. ശബരിമല പോയപ്പോൾ അവിടുത്തെ ഒരു ഓഫീസർ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. എന്നോട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ സമയം ശരിയല്ല ഉണ്ണി മുകുന്ദൻ, 2ാം തവണ പോയിട്ട് നീ അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു മെയിൻ സ്ട്രീം മീഡിയ, TV ചാനൽ, സാറ്റലൈറ്റ് ചാനൽ അവർ ബാൻഡായ ചാനലാണ്. ഞാൻ അകത്താകും എന്ന് കരുതി 5 തവണയാണ് ഈ ടീം ഇത് ചർച്ച നടത്തി, അറിയോ? 5 തവണ.
ഉണ്ണിമുകുന്ദൻ്റെ തെറി കൊണ്ടിട്ട് അയാൾക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ 2 തവണ ഇനിയും തെറി വരാൻ റെഡിയാണ്. ബിക്കോസ് ഒരാൾക്ക് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആളെ ഹയർ ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു PR സിസ്റ്റം ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഐ ഫീൽ ദാറ്റ് എൻ്റെ കാര്യത്തിൽ സംസാരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്.